ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം ഈഞ്ചക്കയിലുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SP S ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. മുരാരി ബാബുവിനെ 4 ദിവസത്തേക്കാണ് റാന്നി കോടതി SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ചോദ്യം ചെയ്യലാണ്. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയിൽ വളരെ നിർണായകമായ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എപ്പോൾ കടക്കും? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് മുരാരി ബാബു. ഇയാളാണ് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ വർഷം ഈ സ്വർണ്ണപ്പാളികൾ ബോർഡിന്റെ പോലും അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്മാർട്ട് ക്രിയേഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പ്രതിയാക്കുന്നതും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിമാൻഡിലായിരുന്നു. ഇന്നാണ് റാന്നി കോടതി 4 ദിവസത്തേക്ക് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഇഞ്ചക്കൽ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുരാരി ബാബുവിനെ ഒറ്റയ്ക്കാണ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് ഇരുത്തി രണ്ടുപേരെയും കൂടി കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യൽ കടക്കും. അതിലൂടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ ഒരു ഗൂഢാലോചനയിൽ കൃത്യമായ പങ്ക് മുരാരി ബാബുവിന് ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ അറിയേണ്ട കൂടുതൽ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മുരാരി ബാബു പറഞ്ഞിട്ടുണ്ട്, ഇത് ബോർഡ് അംഗങ്ങൾ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ താൻ എഴുതിയിട്ടുള്ളത്. താൻ ഈ സ്വർണം എന്നത് ചെമ്പാണെന്ന് എഴുതിയിരിക്കുന്നത് അത് ബോർഡിലെ അംഗങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്, ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ സഹായമാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്നുള്ള സംബന്ധിച്ച് വിശദമായി അറിയേണ്ടതുണ്ട്. അത്തരം ചോദ്യം ചെയ്യൽ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം നിലവിൽ കടന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ തെളിവെടുപ്പും പൂർത്തിയാക്കേണ്ടതുണ്ട്. മുരാരി ബാബുവിനെ ശബരിമലയിലൊക്കെ ഉൾപ്പെടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശബരിമലയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും ഈ തുടർ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇതിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു കണക്കൂട്ടലാണ് അന്വേഷണ സംഘത്തിനുള്ളത്.